കൊണ്ടുപോകുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാ മക്കളെയും ചെയ്യും. ഇതിനെന്ത് പറയാം? ഫിസിക്കൽ സെക്യൂരിറ്റി. ആൻഡ് സെക്കൻഡ് വൺ മെൻ്റൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് നമ്മൾ കൊടുക്കാറുണ്ടോ ഇല്ലയോ, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ദുരന്തം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് മെൻ്റൽ സെക്യൂരിറ്റി ഇല്ലേ, ആ പച്ചക്കുടക്ക് ഇട്ടിട്ടുള്ള കുട്ടീൻ്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് മെൻ്റൽ സെക്യൂരിറ്റി? കുട്ടിക്കൊരു വിഷമം വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ സർവശക്തൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനകത്തുണ്ടാകുന്ന സമാധാനം. കുട്ടിക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ കാണുമ്പോഴേക്കും കുട്ടിയുടെ വിഷമം മാറണം. അങ്ങനെ വരുമ്പോൾ എന്താണ്? കുട്ടിയുടെ മാനസികമായിട്ടുള്ള സെക്യൂരിറ്റി നമ്മളെ കയ്യിലുണ്ടെന്ന് അർത്ഥം. ക്ലിയർ? നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ചു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു, പരീക്ഷ ഇട്ടായിരുന്നു, A+ കിട്ടിയില്ല, B+ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് മാർക്ക് കിട്ടുമ്പോഴേക്കും നമ്മളെ മുന്നിൽ പേടിയോട് കൂടിയിട്ടാണ് ആ കുട്ടി വരുന്നതെങ്കിൽ നമ്മൾ എന്തല്ല പാരൻ്റല്ല, മറിച്ച് വേറെ എന്തോ ഒരു ഭൂതമാണ്. ആണല്ലയോ? നമ്മളെ കാണുമ്പോഴേക്കും കുട്ടി വിറക്കുകയാണ്, ഇത് തെറ്റി, അടിയാണ്. കൈക്ക് അടിച്ചടിച്ച് കുട്ടിക്ക് ഇങ്ങനെ പേന പിടിക്കുമ്പോഴേക്കും പേടിയാണ്. കുറേ കുട്ടികളുണ്ട് അങ്ങനെ. 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും പേര് എഴുതാൻ പേടിയാണ്, അക്ഷരങ്ങൾ അറിയാൻ പേടിയാണ്. അതിലേക്കൊക്കെ ഞാൻ വരുന്നത് കാരണം ആരാണ്? സുന്ദരമായ നമ്മളെ രക്ഷിതാവ്. ക്ലിയറായോ? അപ്പോൾ കുട്ടികൾക്ക് എഴുത്ത്, വായന, പേടി തുടങ്ങുന്നത് ആരെ കയ്യിൽ നിന്നാണ്? സ്കൂളിൽ നിന്നല്ല. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടിക്ക് മനസ്സിലായില്ല. കാരണം അതുവരെ ഫ്രീ ആയിട്ട് നമ്മളെ കൂടെ നടന്നിരുന്നു. ചെറിയ പ്രായമാകുമ്പോൾ, ഈ ഒരു മോളുടെ പ്രായമൊക്കെ ആകുമ്പോൾ അതിലേക്ക് ഞാൻ വരുന്നത്, കുട്ടി കാണിക്കുന്ന വികൃതിക്കൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കുറേ വികൃതികളൊക്കെ പറയും. ഓക്കെ, ഇത് മതിയല്ലോ. എങ്ങനെയാണ് അവരെ അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോഴേക്കും നമ്മൾ അവരെ കൈ പഠിപ്പിച്ചിട്ട് എഴുതിക്കും അല്ലേ? അലിഫ് എന്നോ ആന്നോ ഏന്നോ എന്നൊക്കെ എഴുതുമ്പോഴേക്കും എൻ്റെ കുട്ടി എഴുതിയെന്ന് പറഞ്ഞിട്ട് ഉപ്പയും ഉമ്മയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ശരിക്കും ആരും എഴുതിയത്? നമ്മളാണ് എഴുതിയത്. എന്നിട്ട് കുട്ടിക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കും. കുട്ടി അതായിട്ട് ഭയങ്കര പ്രൗഡായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഉപ്പയും ഉമ്മയാണ് ആര് കണ്ടത്? കുഞ്ഞ് കണ്ടത്. ഈ കുഞ്ഞ് കണ്ട് വളർന്നു. എങ്ങനെ? നമ്മളെ സുന്ദരമായ മുഖം ചെറുപ്പത്തിൽ. ബാക്കിയുള്ളത് നമുക്ക് 2 സ്ലൈഡ് കണ്ടിട്ട് പറയാം കേട്ടോ. ഇതെന്താ സാധനം എന്നറിയോ? എന്ത് വിലയുണ്ട് ഇതിന്? എന്താണ് മിക്സി കണ്ടിട്ടില്ലേ? എന്താ പിന്നെ ശരിക്കണേ? 1000 അല്ലേ? ഓക്കെ. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുക? കറണ്ട് വെക്കും അല്ലേ? എന്നിട്ട് അതിനകത്ത് പറയുന്നൊരു ദറ്റ്സ് കോൾഡ് യൂസർ മാനുവൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. കാറ്റലോഗ് ഉണ്ടാവില്ലയോ? മിക്സി കണ്ടിട്ടില്ലേ? അടുക്കളയ്ക്കൊക്കെ ഇടയ്ക്കൊന്ന് കയറ്. ഓക്കെ. യൂസർ മാനുവലൊരു സാധനം ഉണ്ടാവും. 1.5 ലിറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കപ്പാസിറ്റി. റൈറ്റ്? ഓക്കെ. ഈ 1.5 കിലോയിൽ 2 കിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചീത്തയാവില്ലേ? അമ്മായിമ്മ തുറിച്ച് നോക്കൂലേ? നോക്കൂല്ലയോ? കേടാവെന്ന് പറയില്ലേ? ശ്രദ്ധിക്കുമെന്ന് പറയില്ലേ? നമ്മൾ എവിടെ നോക്കിയിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുക? ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ യൂസർ മാനുവൽ ഉണ്ടാവും. ആണോ അല്ലയോ? ഓക്കെ. നെക്സ്റ്റ് വൺ. ഇതോ? വാഷിംഗ് മെഷീൻ ഇല്ലേ? ഇതിനകത്തുണ്ടാവും 5 കിലോ 6 കിലോ എന്നൊക്കെ കപ്പാസിറ്റി ഉണ്ടാവും. ഒരു 10 കിലോ ഇട്ടിട്ട് തീരുമാനം നോക്കുകയാണെങ്കിലോ ഡാമേജ് ആയി പോകും അല്ലേ? ഇതൊക്കെ എവിടെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക? അതിൻ്റെ കാറ്റലോഗ് ഉണ്ടാവും. റൈറ്റ്? സോറി കേട്ടോ, എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെറിയ അസ്വസ്ഥത ഉണ്ട് ശബ്ദത്തിന്, ക്ഷമിക്കുക. റൈറ്റ്? ആൻഡ് തേർഡ് വൺ കണ്ടിട്ടുണ്ടത്? ബിരിയാണി. ഇത് നോക്കാൻ ഇപ്പോൾ നമ്മൾ കാറ്റലോഗാണ്. യൂട്യൂബ് എടുക്കും ഏതൊക്കെയാണ്. ഇന്നത്തെ കൊറോണയ്ക്ക് കിട്ടിയ സാധനമാണിത്. കൊറോണയ്ക്ക് എല്ലാവരും ഭയങ്കര ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കേക്ക് ഉണ്ടാക്കുന്നു, വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടാക്കുന്നു. ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ എന്താണ് നമ്മൾ കാറ്റലോഗാണ് നോക്കുക. മീൻസ് ഏതെങ്കിലും ഒരു റെസിപ്പിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക അല്ലേ? ഇത്തരം കെയർ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം കിട്ടിയപ്പോൾ എന്ത് കാറ്റലോഗ് നോക്കിയിട്ട് അതിനുണ്ടാക്കിയത്? പറയൂ, ഇതിനെങ്ങനെ പ്രവർത്തിപ്പിച്ചത്? ഏത് മാനുവൽ നോക്കിയിട്ടാ? സോറി, നിങ്ങൾ പറഞ്ഞോളി. മനസ്സിലായോ? വല്ല മാനുവൽ നോക്കിയിരുന്നോ? ഇതിനെങ്ങനെ നോക്കണം, ഇതിങ്ങനെ ഒച്ചുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, പേജ് മറിച്ചിട്ട് എങ്ങനെ നോക്കിയിരുന്നു നമ്മൾ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? എന്ത് പറയത്ത്? നമ്മളൊരു 1500 റുപ്യയുടെ മിക്സിക്ക് എന്തായിരുന്നു വില? 1500. കേടാവും, 2 കിലോ ഇടല്ലോ കേട്ടോ കുഞ്ഞോളെ, നാത്തൂനെ മൂത്തൂനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചീത്തയാക്കാൻ സമ്മതിക്കൂല. അതിനകത്ത് 2 കിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിച്ചു പോവും, ചീത്ത പറയും. റൈറ്റ്? വലിയ വാഷിംഗ് മെഷീനകത്ത് വാങ്ങിച്ചു, 25,000 40,000 1 lakh എന്തൊക്കെ ആവട്ടെ, അത് ചീത്തയാകുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര ബേജാറുണ്ടായിരുന്നു.
ഇല്ലേ? ഈ സാധനം കിട്ടിയപ്പോൾ ഒരു കാറ്റലോഗ് നോക്കണ്ട, ഒന്നും വേണ്ട, എവിടേക്കോ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ വളർത്തി വന്നു. ലാസ്റ്റ് എന്ത് ചെയ്യാണ്? ഇരുന്ന് കരയാണ്. മോള് പറഞ്ഞാൽ കേൾക്കുന്നില്ല, മോൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, ഇരിക്കുന്നില്ല. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? മനസ്സിലായോ? മിണ്ടണ്ടട്ടോ, ഇവരൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയതാണിത്. ക്ലിയർ ആയോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കുട്ടികൾ കേട്ടാൽ പ്രയാസം ഉണ്ടാക്കരുത്, നിങ്ങളത് പോയി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം അതാണ്. ക്ലിയർ? ഇതിൻ്റെ കാറ്റലോഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാറ്റലോഗ് നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഈ യൂസർ മാനുവൽ ഇവരെ വളർത്തിയത് 3 ആൾക്കാരുടെ കയ്യിലൂടെയാണ്. ഒന്നാരാണ്? ഇവരുടെ സ്വഭാവം, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണക്കാരായ ഫസ്റ്റ് ടീം ആരാണ്? ഉപ്പയും ഉമ്മയാണ്. ഓക്കെ. സെക്കൻഡ് ടീം സൊസൈറ്റി പറയുമ്പോൾ നമ്മളെ സിബ്ലിങ്സ്, നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഏട്ടന്, അനിയ, എളപ്പ, മറ്റേ പിന്നെ നാട്ടുകാർ എല്ലാം കൂടിയത് തന്നെയാണ് സൊസൈറ്റി എന്ന് പറയുക. അടുത്ത ടീമാരാണ്? ടീച്ചേഴ്സ്. ഈ 3 ആൾക്കാരും കൂടി ഉണ്ടാക്കിയ സ്വഭാവത്തിൻ്റെ ആൾക്കാരാണ് ഞാനും നിങ്ങളൊക്കെ. നല്ല സ്വഭാവം ആണോ അല്ലയോ? ശരിക്കും ഇത് ആരുണ്ടാക്കി കൊടുക്കേണ്ടത്? പാരൻസ് ആയിരുന്നു. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തി നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഓരോ പേരൻസിനുണ്ട് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് നമ്മളെ കയ്യിലേക്ക് തന്ന ഈ സുന്ദരമായിട്ടുള്ള നിധികളെ നാശമാക്കാനുള്ള കാരണം ആരായിരുന്നു? ഏറെക്കുറെ നമ്മളാണ്. എഗ്രി? നമുക്കൊക്കെ നല്ല കുട്ടികളായിട്ട് കിട്ടിയത് ഇവിടെ അല്ലേ എന്ന് ദുആ ചെയ്യാം. ഓക്കെ. എനിവേ, അപ്പോൾ ഇവരുടെ എങ്ങനെയാണിത് മാറിയത്? എവിടെയാണ് ഇവരുടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ഇപ്പോൾ ചെറിയ മോളൊക്കെ കാണണം, ഭയങ്കരമായിട്ട് നമ്മൾ താലോലിക്കും. ക്യൂട്ടായിട്ടുള്ളൊരു ബേബി നമ്മൾ ഭയങ്കരമായിട്ട് താലോലിക്കും അല്ലേ? ആ മോളൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. മക്കളൊക്കെ എപ്പോഴും ക്യൂട്ടാണ്, പക്ഷേ എപ്പോൾ ക്യൂട്ടാവുന്നില്ല. അതാണ് എൻ്റെ സംസാരത്തിൻ്റെ പോയിൻറ്റ്. നമ്മൾ സ്കൂളിലേക്ക് LKG പോകുന്നത് വരെ ഇവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതിയും LKGക്ക് ശേഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ട്രീറ്റ് ചെയ്ത രീതിയും രണ്ടാണ്. എങ്ങനെയെന്നറിയോ? LKGയിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ബാഗ് എടുക്കാനും നമ്മളുണ്ടാവും, കുട എടുക്കാനും നമ്മളുണ്ടാവും, ഇടത്തും വലത്തും ഉപ്പയും ഉമ്മയൊക്കെ നിന്നിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. ബസ്സിൽ കൊണ്ടാക്കി വലിയമ്മ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാകും. റൈറ്റ്? കുട്ടിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇടത്ത് തിരിഞ്ഞാലും വലത്ത് തിരിഞ്ഞാലും എന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് മൂടുന്നുണ്ട്. ഐ എം കംഫർട്ട് സോൺ. ആര് പറയും? കുഞ്ഞുങ്ങൾ പറയും ഇല്ലേ? അത് 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ എത്തിയെന്ന് വിചാരിച്ചോളൂ. എന്തായിരിക്കും സ്ഥിതി? ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതൽ പണി തുടങ്ങി. ആർക്ക്? കുട്ടികൾ ഒരു PTA മീറ്റിംഗ് ഉണ്ടായി. ആ PTA മീറ്റിങ്ങിനകത്ത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലൊക്കെ എത്തി, മാർക്ക് ഷീറ്റൊക്കെ എത്തി. ഇതേപോലെ ഒരു PTA മീറ്റിംഗൊക്കെ വിളിച്ചുകൂടി ടീച്ചേഴ്സ് പറയും, മോൾ പഠിക്കുന്നില്ല കേട്ടോ, എന്താ വീട്ടിൽ നിന്ന് കളിക്കുകയാണെന്ന് ചോദിക്കുമ്പോഴേക്കും മറ്റുള്ള മാതാപിതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുള്ള രക്ഷിതാക്കളുടെ ഇടയിൽ നമ്മൾ നാണം കെട്ടും എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ഷൗട്ട് ചെയ്യപ്പെടുന്നത് ആരെ നേർക്കായിരിക്കും? മക്കളെ നേരിൽ. ആ കുട്ടി നമ്മൾ അത്ഭുതത്തോടെ നോക്കും, ഇതെന്ത് സാധനം, ഇന്നലെ വരെ കണ്ടത് ഇതല്ലല്ലോ. എത്ര സ്നേഹത്തിലായിരുന്നു എൻ്റെ അടുത്ത്. ഈ ഒരു മാർക്കിനെയാണോ അവർ പ്രധാനിക്കുന്നത്? ഈ മാർക്കിനെയാണോ അവർ സ്നേഹിക്കുന്നത്? അതോ എന്നെയാണോ? കുട്ടി കൺഫ്യൂഷൻ ആവും. ആം റൈറ്റ്? യെസ് ഓർ നോ? യെസ്. അന്ന് മുതൽ കുട്ടി നമ്മളെ അടുത്തുനിന്ന് അകൽച്ചയിലേക്ക് പോകും. ഉമ്മച്ചിക്ക് എന്നെ ഒന്നല്ല വേണ്ടത്, ഉപ്പയ്ക്ക് എന്നെ ഒന്നല്ല വേണ്ടത്. എന്താ വേണ്ടത്? എൻ്റെ മാർക്കാണ്. മറ്റേ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നത് പോലെ, മറ്റേ കുട്ടി വാങ്ങിച്ച മാർക്ക് പോലെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല, ഉമ്മയ്ക്ക് സങ്കടമാണ്, അല്ല ഉമ്മ എന്നെ അടിക്കുകയാണ്. ഞാൻ A എഴുതിയത് തെറ്റി, അടിയാണ്. B എഴുതിയത് തെറ്റി, അടിയാണ്. ഞാൻ കുറച്ച് ചളിയാക്കി ഡ്രസ്സിൽ, അടിയാണ്. കുട്ടിയുടെ സ്വാതന്ത്ര്യം തീർന്നു. എത്ര വയസ്സിൽ? ഏകദേശം 2ാം ക്ലാസ് എത്തുമ്പോഴേക്കും, 6-7 വയസ്സാകുമ്പോഴേക്കും. ഇനി ഇസ്ലാമിക് വ്യൂ ഓഫ് എന്താണ് കുട്ടികളെ വളർത്തുന്നിടത്ത് പറഞ്ഞിരുന്നു. വളരെ പെർഫെക്റ്റായിട്ട് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. കുട്ടിയെ അടിക്കാൻ പറയുന്നൊരു പ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എന്തിനായിരുന്നു? എത്ര വയസ്സിൽ? 10 വയസ്സ്. 7 വയസ്സാകുമ്പോൾ അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കുക മീൻസ് പഠിപ്പിക്കുക. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം, പ്രപഞ്ചനാഥനുണ്ട്, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കാണ് അനുസരണം ഉണ്ടാക്കുക. അതാണ് നിസ്കരിക്കുക. മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇത് 10 വയസ്സായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ അടിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ 4ാം ക്ലാസ് തന്നെ അടി തുടങ്ങി. എന്തിന്? A തെറ്റീന്, B തെറ്റീന്, 1 2 3 എഴുതിയത് തെറ്റീന്. മനസ്സിലായോ? നമ്മൾ പാരൻ്റാണോ? നമ്മളെ പാളിച്ച മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ അവിടെ നമ്മൾ കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ ലെവലിൽ നോക്കാം. കുട്ടി ഷൗട്ട് ചെയ്യൂലേ?
ഒന്നും മിണ്ടാതെ കുട്ടി കളവ് പറയാൻ തുടങ്ങും. നമ്മൾ ആരാണ് ഈ കുട്ടീനെ കളവ് പറയാൻ പഠിപ്പിച്ചത്? പാരൻസ് ആയിരിക്കുമോ? ഇങ്ങനെ ഷൗട്ട് ചെയ്ത് വരുന്ന കുട്ടി പിന്നീട് എന്താ പറയുക? അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നറിയോ? ശരിക്കും നമ്മളൊക്കെ ജീവിക്കണം എന്തിനാ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലോ നമ്മൾ എന്തിനാണ് ജീവിക്കണേ? ജനിച്ചു പോയില്ലേ, ജീവിക്കേണ്ട അതാണോ? എന്തിനാടാ? നിങ്ങൾ പഠിക്കുന്ന ആളല്ലേ, എന്തിനാണ് പഠിക്കണേ? വാവ്, മാഷാ അല്ലാ, ഫൈനൽ കഴിഞ്ഞു. അടുത്തെന്താ പി ജിക്ക് പോകുന്നുണ്ട്? എവിടെയാണ് പഠിച്ചത്? ഓക്കെ, കൊരങ്ങാട് IHRD. ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കഴിഞ്ഞ ഒരു ഇതിൽ വുമൻസ് ഡേ അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായില്ലേ IHRD കോളേജ്? ഈ കഴിഞ്ഞ സോറി, ഇപ്പോൾ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോറി, വിട്. എന്തിനാണ് ജീവിക്കണേ? നിങ്ങളുടെ പേര്? ഖദീജ സന. ഓക്കെ സന, എന്തിനാണ് ജീവിക്കണേ? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നിങ്ങൾ സ്കോളറാണല്ലേ? നമ്മൾ ഈ ടീമിൽ ഐ തിങ്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് ഫൈനലൊക്കെ ആയ BSc ചെയ്ത് വേറെ ആൾക്കാരുണ്ടോ അതിൽ? BScക്കാർ വേറെ ഉണ്ടോ? BA കാരൊക്കെ ഉണ്ടാവും തോന്നുന്നു, റൈറ്റ്? സന പറയും, എന്തിനാണ് ജീവിക്കണേ? എനിക്ക് വേണ്ട, പറഞ്ഞോളൂ. എന്തിനാപ്പോൾ ജീവിക്കണേ? അതിനിപ്പോൾ ഞാൻ ആലോചിക്കണേ, എന്താ ഇത് അല്ലേ ഇങ്ങനത്തെ ഒരു ചോദ്യം? അങ്ങനെ ഉണ്ടോ? ആർക്കാ പറയാൻ പറ്റുക? വേറെ ആരാ കോളേജ് പോയി ആരാളുള്ളത്? പഠിക്കണേ ഇല്ലേ? സ്കൂളിൽ തന്നെ പോകണില്ലേ? +2, ഓക്കെ. അതാ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ഒരാൾ ആദ്യം ആൻസർ പറയും, എന്തിനാണ് ജീവിക്കണത്? കുട്ടി കരഞ്ഞോട്ടെ എന്ന്. ചൂടെടുത്തിട്ടാണോ? ഫാൻ്റെ എടുത്തിരുന്നോളെ, ഫീഡിങ് ഒക്കെ ആവശ്യം ഉണ്ടാവും. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? മേമേ മറുപടി പറയും. ആയിക്കോട്ടെ, എന്നാലും നിങ്ങളെ കാരണം എന്താ? എന്തിനാ നിങ്ങൾ ജീവിക്കണേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനിച്ചു പോയില്ലേ അല്ലേ? നമ്മളെ കുഴപ്പമാണ് നമ്മൾ ജനിച്ചത്. ഞാൻ പറഞ്ഞു, ജനിക്കാനുള്ള കാരണം പഠിച്ചവൻ തന്നൊരു ഗിഫ്റ്റാണ്. സുന്ദരമായിട്ടുള്ള ഈ ഭൂമിയിൽ പോയിട്ട് അഷ്റഫുൽ മഖ്ലൂക്ക് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായിട്ടുള്ള സൃഷ്ടി മനുഷ്യനാണ്. എന്നിട്ട് ഇവിടെ സുന്ദരമായിട്ട് നിങ്ങൾ ജീവിക്കുക, എന്നിട്ട് സ്വർഗ്ഗത്തിലും പോയി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പഠിച്ചവൻ്റെ അടുത്ത് പറയാം, ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ എന്നാ? സന പറയൂ, എങ്ങനെ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം അല്ലേ? എന്തിന് ശുക്ർ ചെയ്യണം? നമ്മൾ ഈ ഇടങ്ങേറിൽ ഇങ്ങനെ കൊണ്ടുവന്നതിനോ? നന്ദി പറയണം അല്ലേ? നമ്മൾ ഭയങ്കര നന്ദിൻ്റെ ആൾക്കാരാ. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരായി മാറട്ടെ, എന്തില്ല അല്ലേ? ഓക്കെ, ഗുഡ്. ഞാൻ തന്നെ പറയട്ടെ ആൻസർ. 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഹ്യൂമൻ പഠിച്ചു വെച്ചോട്ടോ. 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിലുള്ള എല്ലാവരും ജീവിക്കുന്നത്. 1 സുഖം, 2 സന്തോഷം, 3 സമാധാനം. മനസ്സിലായോ? ലോകത്തിലുള്ള ഏറ്റവും വലിയ സമ്പന്നൻ്റെ ഏതെങ്കിലും ഒരു പേര് പറയുമ്പോൾ അങ്ങനെ പേര് അറിയോ? ആര്? മൊയ്തീൻകാക്കയോ? ആര്? അംബാനി. ഓക്കെ, ഞാൻ മൊയ്തീൻകാക്കയെന്നാണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരാൾ. ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പന്നൻ അംബാനി, ഇന്ത്യയിലുള്ള. ലോകത്തിൽ ഞാൻ ചോദിച്ചത് കേട്ടോ. ഇലോൺ മസ്ക് എന്നൊക്കെ പറയായിരുന്നു, അല്ലെങ്കിൽ ബിൽഗേറ്റ്സ് എന്ന് പറയുന്നു, നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ ആൾക്കാർ. ഓക്കെ, അയാളെ പിടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ റൂമിലിട്ട് ചോദിക്കുക, എന്തിനായി ജീവിക്കണേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന ആൻസറും ഏറ്റവും ദരിദ്രനായിട്ടുള്ള നമ്മുടെ നാട്ടിലോ അല്ലല്ലേ ലോകത്തിലുള്ള ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് നമ്മുടെ മനസ്സിൽ കാണുന്ന അയാളത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇവരും പറയുന്ന ആൻസർ സെയിം ആയിരിക്കും. ഈ ആൻസറാണ് സുഖം, സന്തോഷം, സമാധാനം. നമ്മളുടെ സുഖത്തിലേക്കോ നമ്മളുടെ സന്തോഷത്തിലേക്കോ സമാധാനത്തിലേക്കോ ഏതെങ്കിലും ഒരാൾ കൈ കടന്ന് ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ അവർ അഭിപ്രായം പറഞ്ഞാൽ നമ്മളുടെ സുഖങ്ങളും മാറി പകരം ദേഷ്യം വരും. ക്ലാസ്സിൽ ഇങ്ങനെയാണോ ഇരിക്കുക? അസ്വസ്ഥയില്ലേ? സന സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, താടൊക്കെ കൈ വെച്ചിട്ട്. ഞാൻ വെറുതെ ചോദിച്ചു, ക്ലാസ്സിൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോഴേക്കും അസ്വസ്ഥത ഫീൽ ചെയ്യും. ഇത്ര പോലും കോറായിട്ട് നമ്മളിവിടെ കൊണ്ടുപോകുന്ന പരിപാലിക്കുന്ന പടച്ചവനെ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ഉമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഇത്രയും സുഖത്തിൽ നമുക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നുണ്ട്, കാഴ്ചയുണ്ട്. എത്രയോ ആൾക്കാർ മെഡിക്കൽ കോളേജുകളിലാണ്, അവർ ഫുഡൊക്കെ എടുക്കുന്നത് ട്യൂബിലൂടെയാണ്. ആശുപത്രികളിലൊക്കെ ഉണ്ടാവും. കേൾവിയില്ലാതെ, ഇരിക്കാൻ പറ്റാതെ, മൂത്രമൊഴിക്കാൻ പറ്റാതെ, ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റാതെ, ഒന്ന് കാണാൻ പറ്റാതെ, പെയിനോട് കൂടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ ചുറ്റുമുണ്ട്. നമുക്കതൊന്നും ഇല്ലാതെ സുന്ദരമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, ആഫിയത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. അനുഗ്രഹമാണ്. ആം റൈറ്റ്? ഇതിനാണ് ശുക്ർ ചെയ്യേണ്ടത്. ഒരു പ്രയാസമില്ല, സുഖമാണ് നമുക്ക്. ആ സുഖത്തിനടുത്ത് നമുക്ക് ആരേൽപ്പിച്ചു?
ഈ സുഖം സന്തോഷം നമ്മൾ ചിരിയും കളിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇണകളൊക്കെ ആയിട്ട് നമ്മൾ വേറെ ഏത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സുന്ദരമായിട്ടുള്ള മക്കളെയും തന്നു. ആ മക്കളെ നിങ്ങൾ നീറ്റായിട്ട് വളർത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാറ്റലോഗും തന്നു, ഖുർആനും ഹദീസും ഒക്കെ തന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതി പറഞ്ഞു തന്നു. ആദ്യത്തെ 7 വയസ്സ് അവരുടെ കൂടെ മാക്സിമം കളിച്ച് വളർത്തണം. എന്നിട്ട് 7 വയസ്സാകുമ്പോഴേക്കും അവർ നിസ്കാരം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരായി മാറണം കേട്ടോ. നിസ്കരിക്കുമ്പോൾ അനുസരണ ഉണ്ടാകും, ഓൾമൈറ്റീനെ നമുക്ക് വിശ്വാസം കൂടും, അയൽവാസിനെ സ്നേഹിക്കാൻ പഠിക്കണം, ഉപ്പയെ ബഹുമാനിക്കാൻ പഠിക്കണം, ഉമ്മയ്ക്ക് സ്നേഹം കൊടുക്കണം, ബ്രദേഴ്സിനെ സ്നേഹിക്കണം, സിസ്റ്റേഴ്സിനെ സ്നേഹിക്കണം. ഇതൊക്കെയാണ് അവിടുത്തെ പാഠങ്ങൾ. നിസ്കരിക്കാൻ കൊണ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. എന്നിട്ട് എന്തെയാണ്, പടിപടിയായിട്ട് 10 വയസ്സാകുമ്പോഴേക്കും അവരത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കണ്ണുരുട്ടണം. അവിടെ സെക്കൻഡ് സ്റ്റേജ് വന്നു. അടുത്ത 7 വയസ്സാകുമ്പോഴേക്കും അവരെ ഗുണദോഷിച്ചിട്ട് വളർത്തണം. ദാറ്റ് ഇസ് 14. ഏജ് 14 ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഉപദേശം കൊണ്ട് സ്നേഹത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയുള്ള സമാധാനപരമായിട്ടുള്ള ഉപദേശം കൊണ്ട് അവരെ തിരുത്തണം. അടുത്തൊരു 7 പറഞ്ഞു. 3 7 പറഞ്ഞത്. ഫസ്റ്റ് 7 ആൻഡ് സെക്കൻഡ് 7 ആൻഡ് തേർഡ് 7. മൂന്നാമത്തെ 7 ആകുമ്പോഴേക്കും 21 വയസ്സ് അവർ തോളിൽ കൈയിട്ടിട്ട് നിൻ്റെ ഫ്രണ്ട്സായിട്ട് മാറ്റണം. നമ്മളെ വീട്ടിലെ ഏറ്റവും അധികം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഉപ്പ ഉമ്മ എന്നുള്ളത് മക്കൾ പറയണം. മനസ്സിലായോ? നമ്മളടുത്ത് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? എൻ്റെ മക്കളാണ് എൻ്റെ ബെസ്റ്റ് എന്നുള്ളത് പറയണം. അത് പറയുമ്പോൾ എന്താണ്, നമ്മൾ രക്ഷിതാവായി. കാരണം അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ ഉപ്പനെ കണ്ടാൽ മതി കേട്ടോ, ഉമ്മയെ കണ്ടാൽ മതി കേട്ടോ, എൻ്റെ സകല മാനസിക പ്രശ്നങ്ങളും തീർന്നു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവുമെന്നാണോ, ഉപ്പനെ കാണുമ്പോഴേക്കും എൻ്റെ പ്രശ്നം കൂടുന്നതെന്നാണോ, അല്ല ഉമ്മനെ കാണുമ്പോൾ കാണണ്ട എൻ്റെ ടീച്ചറെ എന്ന് പറയുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, രക്ഷിതാവായിട്ട് നമ്മളെ അംഗീകരിക്കേണ്ടത് ടീച്ചേഴ്സോ അതല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരികളുടെ ഉപ്പമാരോ ഉമ്മമാരോ അല്ല. മറിച്ച് നമ്മളെ രക്ഷിതാവായിട്ട് ആരാണ് കാണേണ്ടത്? നമ്മളെ മക്കളാണ്. എങ്ങനെ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ രക്ഷിതാവായിട്ട് കാണുന്നു. എനിക്കൊരു പ്രയാസം വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ദുആ ചെയ്തപ്പോഴേക്കും എനിക്ക് സമാധാനം കിട്ടി എന്ന് പറയുന്നത് പോലെ എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടായപ്പോൾ, കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരികയാണ്, +2 അല്ല ഡിഗ്രി, ഇതൊക്കെ കഴിയുമ്പോഴേക്കും 100 കൂട്ടം പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. അതൊക്കെ എൻ്റെ ഉമ്മൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേക്കും, എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കൂളാണ് എന്ന് പറയുന്ന ഒരവസ്ഥ കുഞ്ഞുങ്ങൾക്കുണ്ടോ, അവിടെയാണ് നമ്മൾ രക്ഷിതാവാകുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ രക്ഷിതാവാണോ നമ്മൾ? അല്ലെങ്കിൽ ആവണം. ഇല്ലേ അമ്മ? ആണല്ലോ അല്ലേ? ഓക്കെ. ഇവിടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതി ആര് കാരണമാണ് പോയത്, അവിടെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഉള്ളത്. ലോകത്തിൽ ഏതെങ്കിലും ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മദ്രസകളോ കോളേജുകളോ സ്കൂളുകളോ കുട്ടികളുടെ അടുത്ത് കളവ് പറയാറുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പക്ഷേ സയൻസ് പറയുന്നത്, സൈക്കോളജി പറയുന്നത്, നമ്മളെ കളവ് പറയാൻ പഠിപ്പിച്ചത്, നമ്മളെ മാക്സിമം പോക്കിരിത്തരം പഠിപ്പിച്ചത് ഉപ്പ ഇമ്മയാണെന്നാണ്. ആയിരിക്കുമോ? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മൾ പറയാറുണ്ടോ, കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കളിച്ച് വരുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ കുഴപ്പമില്ല, ഓൻ്റെ കൂട്ടുകാരിൻ്റെ കുഴപ്പമാണ് പറയാറുണ്ടോ? ഇല്ലേ? ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല? പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? ഓൾ പഠിക്കാത്തതേ ഓളെ കുഴപ്പമില്ല, ടീച്ചർ പഠിപ്പിക്കുന്നില്ല ശരിക്ക് പറയാറുണ്ടോ? ആ ടീച്ചർ എടുത്ത ഒരു വക മനസ്സിലാവില്ല, ഇവൾക്ക് മാത്രമല്ല മറ്റേ കുട്ടിയും പറയുന്നുണ്ട്, പറയാറില്ലേ? ഇല്ലേ സാന? ഉണ്ടാവില്ലയോ? എങ്ങനെ ഇത് കിട്ടിയതെന്ന് അറിയോ? 2 വയസ്സ്, ഈ ചെറിയ മോളുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. കുട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട ജോലിയാണ്, മീൻ പൊരിക്കലോ പപ്പടം പൊരിക്കലോ ഒക്കെയാണ്. ഈ ചെറിയ മോള് മുട്ടിലൊക്കെ കഴിഞ്ഞ് നടക്കുന്ന പ്രായം. അല്ല മകൻ എവിടെയെങ്കിലും ഡെസ്കിലൊക്കെ അള്ളിപ്പിടിച്ച് കയറി താഴേക്ക് കൊഴിഞ്ഞടി, അവിടെ കിടന്ന് കാറും. ആണോ അല്ലയോ? അപ്പോൾ നമ്മളെന്തായിരിക്കും, തിരക്കിട്ട് എന്ത് പണിയിലായിരിക്കും? പപ്പടം 10 രൂപയുടെ പപ്പടം പൊരിക്കുന്ന തിരക്കിലായിരിക്കും. അത് നാശമാകുമെന്നുള്ള ലെവലിൽ നമ്മൾ ഓടി വരും. എന്നിട്ട് ഓടി വന്നിട്ട് കുട്ടി നമ്മളെ കാണുമ്പോൾ ഒന്നും കൂടി കരച്ചിൽ കൂടും അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടീനെ അങ്ങനെ മാറി അങ്ങ് എടുക്കും. ആ എടുക്കുമ്പോഴേക്കും കുട്ടി ഒന്നും കൂടി കരയും. എന്താ നമ്മൾ ചെയ്യുക? ആ കരച്ചിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക? വാവോ എന്നൊക്കെ പറയും. കുട്ടി ഒന്നും കൂടി എന്ത് ചെയ്യും? എൻ്റെ രക്ഷകൻ എത്തി, എനിക്ക് സമാധാനമാണെന്നുള്ളത് പറയാൻ അറിയാത്തതുകൊണ്ട് സന്തോഷം കൊണ്ടും കരച്ചിലെല്ലാം കൂടി പുറത്ത് വരികയാണ്. അത് കുറച്ച് ഒച്ച കൂടിയിട്ടുണ്ടാവും. ആ സാധനം നിർത്താൻ നമ്മൾ 10 രൂപയാണ് അവിടെ പോകുന്നത്, അത് പപ്പടം. അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മോന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. എന്താണെന്നറിയോ? എന്തായിരിക്കും? എവിടെയാണോ വീണത് അവിടെ ഇട്ട് 2 അടി കണ്ട് കൊടുക്കും. ആണോ അല്ലയോ? ചെയ്യൂലേ? എന്താ കുട്ടി മനസ്സിലാക്കുക? ആ കുട്ടീൻ്റെ കുഴപ്പമില്ല, ഡെസ്കിൻ്റെ കുഴപ്പമാണ്. ആണോ അല്ലയോ? ശരിക്കും കുഴപ്പമായിരുന്നാ? കുട്ടി അവിടെ പഠിക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമായിരുന്നു.
ഇതാണ് നമുക്ക് പിൽക്കാലത്ത് കിട്ടുന്നത്. ടീച്ചറാണ് കുഴപ്പക്കാരി, കുട്ടിയല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി സുഹൃത്തുക്കളായിട്ട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി, അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാക്കി, പ്രേമായി തേങ്ങായി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴേക്കും അവളല്ല കുഴപ്പക്കാരി, ആ ചെക്കൻ വന്നിട്ട് ഇങ്ങോട്ടേ. ആണോ അല്ലയോ? മനസ്സിലായോ? ആരത് പഠിപ്പിച്ചു കൊടുത്തത്? എടുത്തോ ഫോൺ എടുത്തോ. ഉമ്മ അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കുക. എന്താ പുറത്ത് പോകാൻ പറയാനാണോ? ആ അതാണ് അതിൻ്റെയൊക്കെ ഡ്യൂട്ടി ഇങ്ങക്ക. റൈറ്റ്. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ മനസ്സിലായോ? നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ലെവലിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. കുട്ടികളുടെ അടുത്ത് സ്വന്തം തെറ്റുകൾ വരുമ്പോൾ നമ്മൾ ആ കുട്ടീനെ ആ സ്ഥലത്തിനെ കുറിച്ച് ഡാമേജ് ആക്കിയിട്ട് നീ മിടുക്കിയാണെന്ന് അത് നേരെ പറഞ്ഞു കൊടുക്കേണ്ടത്. മോളെ നീ ഇങ്ങനെയല്ല കയറേണ്ടത്, സെക്യൂരിറ്റി ഉണ്ടാവണം, ഇങ്ങനെ പിടിച്ച് കയറണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അവിടെ ഇട്ട് 2 അടി അടിച്ച് ഈ കരച്ചിൽ നിർത്താനുള്ള നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഏതാ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം, സന്തോഷം, സമാധാനമല്ലേ? ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ സമാധാനം കിട്ടൂ അല്ലേ? അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ പരിപാടി നമ്മൾ നോക്കുക. 2 അടി സ്ഥലത്തിനിട്ട് കൊടുത്തു, നമ്മൾ സമാധാനമായി, കുട്ടി കരച്ചിൽ നിന്നു, നമ്മൾ ഹാപ്പിയായി. പക്ഷെ അവിടെ കൊടുത്ത മെസ്സേജ് ദാറ്റ് ഇസ് റോങ്. ആണോ അല്ലയോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചെറിയ മനസ്സിനകത്ത്, ചെറിയ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനകത്ത് നമ്മളെ സ്വഭാവങ്ങൾ കുത്തിക്കയറ്റാൻ തുടങ്ങി. വേറെ സിറ്റുവേഷൻ കൂടി പറയാം. കളവ് പറയാൻ പഠിപ്പിക്കുന്ന ഒരു സാധനം. ഒരു സൺഡേ വട്ടവർ ഏതെങ്കിലും ഒരു ലീവുള്ള ദിവസം നമ്മളെല്ലാവരും കൂടി വീട്ടിലിരിക്കുന്നുണ്ട്, ഉപ്പുണ്ട് ഉമ്മയുണ്ട്, എല്ലാവരും ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചു, കോളിംഗ് ബെൽ, ക്ലിങ്. ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോൾ ഒരു പിരിവുകാരൻ. കുട്ടിക്ക് ഇതേപോലെ 2-3 വയസ്സ്. എന്താ നമ്മൾ ചെയ്യുക? ആ കുട്ടീനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും ഇല്ല എന്ന് പറയും. പറയോ ഇല്ലയോ? ഇവിടുത്തെ നാട്ടുകാരല്ല കേട്ടോ സാധാരണ. നമ്മൾ പറയും. അപ്പോൾ കുട്ടി എന്താ ഈ ജന്തുക്കൾ പറയണേ, ഇവിടെ ആരും ഇല്ല എന്നോ? കുട്ടി മനസ്സിൽ ചിന്തിക്കും. ആ കുട്ടീൻ്റെ അടുത്ത് പ്ലേ ചെയ്യാൻ പറഞ്ഞു, ഓ എനിക്ക് കിട്ടിയൊരു അവസരം, ഓ മുതലാക്കും, അല്ലെങ്കിൽ അവൾ മുതലാക്കും. നേരെ ഡോറ് തുറന്നു, ആ പാവപ്പെട്ട പിരിവുകാരൻ ഒരു 10 റുപ്യേൻ്റെ കേസേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ എന്ന് ചോദിച്ചാൽ സന്തോഷമായിരുന്നു. പക്ഷെ നമ്മളെ ചെയ്യൂല, ഇവിടെ ആരും ഇല്ല. അയാൾ ദയനീയമായിട്ടൊന്ന് നോക്കും, പോകും. കുട്ടി എങ്ങനെയായിരിക്കും നമ്മളെ അടുത്തേക്ക് വരിക? ഞാൻ അയാളെ പറഞ്ഞയച്ചു. നമ്മൾ വാരിക്കോരി അവനെ കൊണ്ട് എടുത്തിട്ട് മിടുക്കൻ എന്ന് പറയും. പറയോ ഇല്ലയോ? എന്താ കുട്ടിക്ക് കിട്ടിയ മെസ്സേജ്? സത്യം പറയലാണോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർക്ക് കിട്ടില്ല, കളവ് പറഞ്ഞോ മാർക്ക് കിട്ടും. നമ്മൾ കളവ് പറയാൻ തുടങ്ങും. ക്ലിയർ? ഒരു സിറ്റുവേഷൻ കൂടി പറയാം. ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെ 2-3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ ഭയങ്കര വികൃതികളായിരിക്കും. സ്വാഭാവികമായിട്ടും കുട്ടികൾ വല്ലാത്ത വികൃതി ആകുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ഒരു ഔട്ടിങ് പോകണമെന്ന് വിചാരിച്ചുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പുറത്തേക്ക് പോകണം. കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ സഭ ഇടങ്ങറാക്കും, ആ പരിസരം വൃത്തികേടാക്കുന്ന ഒച്ചപ്പാടും വികൃതിയുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വീട്ടിലത്തെ പുരാവസ്തുവിൻ്റെ അടുത്ത് ഈ സാധനത്തിനെ ഏൽപ്പിക്കും, വല്യമ്മാൻ്റെ അടുത്തും ഏൽപ്പിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പോക്ക് പോവും. എന്താ പറയുക കുട്ടികളടുത്ത്? ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അതുണ്ട്, സ്ഥിരമായിട്ട് പയറ്റുന്ന ആൾക്കാരത് പറയും, ഡോക്ടറെ അടുത്ത് പോവാ. കുട്ടി ഇങ്ങനെ നോക്കും, ഭയങ്കരമായിട്ടും അടിപൊളി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, പറന്നിട്ടുണ്ട്, സ്പ്രേയും അടിച്ചിട്ടുണ്ട്, ഡോക്ടറെ അടുത്തേക്ക്. ഒരു രോഗിനെ കൊണ്ടുവന്ന ഒരു ഏരിയയാണ്. കുട്ടി ഇതേപോലെ നമ്മളടുത്ത് പറയും. എപ്പോൾ അവൾ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോഴേക്കും നമ്മളത് പറയും, ഇന്ന് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറയും. അല്ല സന? അതന്നെ. നേരിട്ട് അവ സ്പെഷ്യൽ ക്ലാസ്സിലാണ് പോകും. ഇന്നത്തെ കാലമാണത്. ഞാൻ തമാശ പറഞ്ഞല്ല, എത്രയോ കുട്ടികൾ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. റൈറ്റ്? അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ്? നമ്മൾ അച്ഛൻ അമ്മ കുട്ടികളെ മാക്സിമം രക്ഷിതാവായിട്ട് വളർത്തിയിട്ടില്ല. പകരം എന്തോ ഒരു സാധനമായിട്ടാണ്, അവർക്ക് എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നല്ലൊരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ക്ലിയർ ആയോ? കളവ് പറയാൻ തുടങ്ങും. നെക്സ്റ്റ് വൺ, ഏറ്റവും അധികം നമ്മൾ കുട്ടികളെ അഡിക്റ്റായിട്ട് ഇന്നത്തെ കാലത്ത് കാണുന്നത് മൊബൈൽ അഡിക്ഷനാണ്. കുട്ടികളുടെ ബ്രെയിനൊക്കെ ഡാമേജ് ആകും. നമ്മളെ കുട്ടികളൊക്കെ ചോറ് തിന്നുണ്ടെങ്കിൽ എന്ത് സാധനം കാണണം? മൊബൈൽ കാണണം. ആരത് പഠിപ്പിച്ചു കൊടുത്തു കുട്ടീനെ? കുട്ടി ആദ്യമായിട്ട് മൊബൈൽ കണ്ടത് എന്നായിരിക്കും? പറയോ? ജനിച്ചാൽ തന്നെ കുട്ടി മൊബൈൽ കാണണം. കാരണം സെൽഫി എടുക്കാൻ പോവല്ലേ, നേരെ ലേബർ റൂമിലേക്ക് മൊബൈൽ ഇട്ടാൻ പോണത്. ആണോ അല്ലയോ? ആ കുട്ടി ഇമ്മച്ചിൻ്റെ സ്ഥലത്തുണ്ട്. ഇത് അന്നിങ്ങനെ ആലോചിക്കുക, എന്താ സംഭവം പിടിയിട്ടിട്ടുണ്ടല്ലോ. ഭൂമിയിലേക്ക് ആദ്യം വന്നിട്ട് മുമ്പ് കാണുന്നത് എന്താണ്? മൊബൈലാണ്. അല്ലേ സന? ആണ്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് എവ്രി ഈവൻറ്റിനകത്തും ഓരോ ഡേയിനകത്തും നമ്മൾ കുട്ടി ഇങ്ങനെ കാണുകയാണ്. നമ്മളെ കണ്ടിട്ടാണ് ഇവരൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ചെയ്യുക, ബ്രെയിനിലേക്ക് കൊണ്ടുപോരുക.
ഫീഡ് ചെയ്യുമ്പോഴോ നിപ്പിൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ശരി, നമ്മളെ കയ്യിലെന്തുണ്ട്, മനുഷ്യൻ്റെ കയ്യിലെന്തുണ്ട്, മൊബൈലുണ്ട്. ഇതെന്തോ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ള മെസ്സേജാണ് കുട്ടിക്ക് കിട്ടുന്നത് അല്ലേ? ഇനി അവർ സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങിയാലോ? അത് മായ തുറക്കണമെങ്കിൽ ഏത് സാധനം കൊടുക്കണം? ആണോ അല്ലയോ? ഇത് ശരിക്കും കുട്ടികൾ വിശന്നിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലിലേക്ക് നോക്കിയാലാണ് ഫുഡ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആരാ കണ്ടുപിടിച്ചേ? ആർക്കാ വേഗം പരിപാടി കഴിയേണ്ടത്? അപ്പോൾ ആരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു കൊടുത്തത്? അതാണ്. ക്ലിയറായോ? നമ്മളുടെ സുഖം സമാധാനം ഈ സാധനത്തിന് തീറ്റ കൊടുത്ത് തീർക്കേണ്ടതല്ല എന്നുള്ള ചിന്ത നമുക്ക് വന്നുകൊണ്ടാണ് ഇതങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പണി എടുക്കായിരുന്നല്ലോ എന്നുള്ള ചിന്തയ്ക്കാണ് ഞാൻ പറയാം ഓട്ടം എടുക്കുക എന്ന് പറയാം. ഓട്ടല്ലേ, ചെറിയ പൊത്തുകളൊക്കെ വാരി തേമ്പ് തന്നെയാണ്. ചെറിയൊരു കുഞ്ഞ് വായുണ്ടാവും, അതിങ്ങനെ വെച്ച് തേമ്പി ഒട്ടിക്കുക. നോ, ലിവ് ഇറ്റ്. യൂറോപ്യൻ കൾച്ചറിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടിയെ കാണാനില്ല. കാരണം വിശന്നിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്ത് അവർ ആ സമയത്ത് കഴിക്കും. നമ്മളെ ആവശ്യത്തിനാണ് കുട്ടീനെ ഫീഡ് ചെയ്യുന്നത്, കുട്ടിയുടെ ആവശ്യത്തിനല്ല. ക്ലിയർ? അപ്പോൾ അതെങ്ങനെയെങ്കിലും നമ്മൾ എന്തൊക്കെയോ കുറുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെയെങ്കിലും കൊടുക്കണം, നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ കൊടുത്തിരിക്കണം എന്നുള്ളത് നമ്മളെ ബ്രെയിനാണ് പറയണത്. കുട്ടിക്ക് അവിടെ വിശന്നിട്ടുണ്ടോ, അവിടെ ഡൈജഷൻ കറക്റ്റാണോ, ഇതൊന്നും നോക്കൂല. ഏതൊക്കെയോ ഫുഡാണ് നമ്മൾ കൊടുക്കുക, ടിൻ ഫുഡും അതൊക്കെ ആയിരിക്കും. ഇവിടെ ഡൈജഷൻ പാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. ആ കുട്ടി തലേ ദിവസം എന്ത് കഴിച്ചു, ആ കംപ്ലീറ്റ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഡൈജഷൻ നടന്നിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കില്ല. അടുത്ത ഫീഡ് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് കുറേ പണിയെടുക്കുന്നുണ്ട്. അവിടെ പാത്രം കഴുകാണ്ടോ, തുടക്കാണ്ടോ, അലക്കാണ്ടോ, ഇതൊക്കെ നമ്മളെ പണിക്ക് വേണ്ടിയിട്ട് ഈ ഫീഡിങ്ങിൽ നിൽക്കുമ്പോൾ ടൈം കളയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കേട്ട മൊബൈൽ വേഗം വായി ഉറങ്ങട്ടെ, ഇതാണ് തീർന്ന ഉറങ്ങുമല്ലോ, നമ്മൾ സമാധാനമായി. ആരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്നത്? നമ്മളുടെ. ക്ലിയറായോ? അപ്പോൾ കുട്ടിക്ക് മൊബൈൽ കൊടുത്ത് ശീലിപ്പിച്ചത് ആരാണ്? നമ്മൾ തന്നെയാണ്. ആലോചിക്കുക, പിന്നെ കുട്ടിക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മൊബൈൽ കണ്ടിട്ടില്ലെങ്കിൽ അവൻ അസ്വസ്ഥതയാണ്. എന്താ സംഭവിക്കുന്നത് മൊബൈലിലൂടെ? ഇത്രയും ഏരിയയിലൂടെ നോക്കുമ്പോൾ ഒക്കെ മൊബൈലിന് വേണ്ടി പിന്നെ അടിപിടിയാണ്. മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ബ്ലൂ റേ നമ്മുടെ തലച്ചോറിനെ ഡാമേജ് ആക്കും. നിങ്ങളെ പേരെന്തായിരുന്നു? സോറി, നീയ? ഓക്കെ, നീയൊക്കെ ഇപ്പോൾ പഠിക്കുന്നത് സൈബർ സെക്യൂരിറ്റി പോലെയുള്ള ഫോറൻസിക് സെക്യൂരിറ്റി ഒക്കെ പഠിക്കണം. സ്ക്രീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. നമ്മുടെ സ്ക്രീനിൻ്റെ നോട്ടം, അതിനകത്തുള്ള ഡിസ്റ്റൻസ്, ഏജ്, ഇതിനൊക്കെ കൂടി നല്ല ബന്ധങ്ങളുണ്ട്. 16 വയസ്സാവാതെ ഈ സാധനം ഉപയോഗിക്കരുതെന്നാണ് സ്ക്രീൻ പ്ലേ. ഒരു ബ്ലൂ റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈറ്റ് ഇല്ലേ സാറേ? നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ല പഠിച്ചത്? കമ്പ്യൂട്ടറിനകത്തുനിന്ന് ടി വി ഒക്കെ നമ്മൾ ഡിസ്റ്റൻസിലാണ് കാണുക. കമ്പ്യൂട്ടർ കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിരിക്കും, അതിനേക്കാളും വെരി ക്ലോസ്ഡ് ആയിട്ടായിരിക്കും മൊബൈൽ യൂസ് ചെയ്യുക. ഈ യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന റേ കണ്ണിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറിനകത്ത് ഡാമേജ് ഉണ്ടാകുന്നുള്ള എത്രയോ പഠനങ്ങളുണ്ട്. 16 വയസ്സാകാതെ സ്കള്ളിനകത്തുള്ള ഉറപ്പിക്കില്ല, ഞങ്ങൾ തലയൊട്ടിക്കകത്തുള്ള തിക്നെസ് വരില്ല. അതിന് മുന്നേ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയാണ് എന്നുള്ള എത്രയോ പഠനങ്ങൾ. പക്ഷേ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇവരൊന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് മൊബൈൽ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയാണോ ഉപദ്രവിക്കുകയാണോ? ശരിക്കും ഉപദ്രവിക്കുകയല്ലേ? പിന്നെ ആ കുട്ടിക്ക് വാശിയില്ലാതിരിക്കുമോ, ദേഷ്യമില്ലാതിരിക്കുമോ? കാരണം ഡാമേജ് ആയ ഒരു തലച്ചോറും കൊണ്ട് ജീവിക്കുന്നൊരു കുട്ടിക്ക് ദേഷ്യമില്ലാതെ പിന്നെ സ്നേഹമാണോ വരിക? അപ്പോൾ അതിന് മനസ്സിലായോ? ദയവ് ചെയ്ത് ഉമ്മമാരെ നിങ്ങൾ ചെയ്യരുത്. 16 വയസ്സ് വരെ സ്ഥിരമായിട്ട് വലിയ കുട്ടിയാകുന്നവരെ, ഇപ്പോൾ പാഠങ്ങളൊക്കെ ആണെങ്കിൽ ശരി, ലിമിറ്റഡ് ടൈം കൺട്രോൾ ചെയ്തിട്ടേ കൊടുക്കാവൂ. അവർ കുറച്ച് നേരം കരയായിരിക്കാം, നമ്മളും മാറ്റി വെക്കുക. നമുക്ക് എന്തായാലും വരുമാനം കിട്ടുന്നുണ്ടോ? ഇതിങ്ങനെ കുറേ റീലിങ്ങനെ തോണ്ടി തീർക്കുകയാണ്. എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മൾ സമയം പോകാമെന്നല്ലാതെ ഒന്ന് കാണുമ്പോഴേക്കും അടുത്ത് കാണുകയാണ്. പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അറിയാതെ നമ്മൾ അതിലേക്ക് അഡിക്റ്റായി മാറിയിരിക്കണോ? എന്താ അതുകൊണ്ടുള്ള ഗുണം? നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അവിടെ കറിയായോ ആവാം, മീൻ കറിയാണെന്ന്, ഇവിടെ ചെമ്മീനാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തിനാ മൊബൈൽ? അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഇതിനകത്ത് ഇന്ന് സാമ്പാറായോ കറിയായോ, ഇതായിരിക്കും അധികം ഉണ്ടാവുക. അവർ വന്നോ, ഇവർ വന്നോ, ആ ഡ്രസ്സ് എടുത്തോ, ഈ ഡ്രസ്സ് എടുത്തോ, കല്യാണം എടുത്തോ, എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട്? ഒന്നുമില്ല, എന്നാലും ഒരു രസം. എത്ര ടൈമാണ് നമ്മളിത് വേസ്റ്റായി പോകുന്നത്? ഇതൊക്കെ മാറ്റി വെച്ചിട്ട് 100% കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കുകയാണെങ്കിൽ ആ വീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ വീട്. കുട്ടികളെ കാണുമ്പോൾ, ഇണകളെ കാണുമ്പോൾ കണ്ണിന് സന്തോഷം ഉണ്ടാവണേ. ഇവിടെ നേരെ മറിച്ച് ഇണകളെ കാണുമ്പോൾ ദേഷ്യം, മൊബൈൽ കാണുമ്പോൾ സന്തോഷം. ആണോ അല്ലയോ? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? മാറേണ്ടതുണ്ട് ഇല്ലേ? അപ്പോൾ മൊബൈലിൻ്റെ അഡിക്ഷൻ കൂടുതൽ പറയുന്നില്ല. ഇനി ഒരു ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. സ്പാൻ ഓഫ് അറ്റൻഷൻ എന്നൊക്കെ പറയും. നമ്മൾ എന്താണ്? നമ്മളെ ശ്രദ്ധ എത്ര മിനിറ്റ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആവറേജാണ്. കുട്ടികളാകുമ്പോൾ 29 സെക്കൻഡ് അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഈ ഒരു ലെവൽ. ഓരോ കാലഘട്ടത്തിലാണ്. വലിയൊരാൾക്ക് 8.25 എന്നൊക്കെയാണ് കാണിക്കുന്നത് സെക്കൻഡ്. ഇപ്പോഴത്തെ സ്പാൻ ഓഫ് ടൈം ഉള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഇങ്ങനെ 2000-നകത്ത് നമ്മളുടെ ശ്രദ്ധയുടെ
മാക്സിമം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഏരിയ 12 സെക്കൻഡായിരുന്നു. 2013 ആയപ്പോഴേക്കും അത് 8 സെക്കൻഡായിട്ട് കുറഞ്ഞു. സ്റ്റിൽ ഒരു മീനില്ലേ ചെറിയ നമ്മളെ കുപ്പിയിൽ, അതിൻ്റെത് 9 സെക്കൻഡ് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അതിൻ്റെ അത്ര പോലും ശ്രദ്ധിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല എന്ന്. ഇനി നമ്മളെ കാറ്റഡിസിൻ്റെ ലെവലിൽ ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വാട്സപ്പിനകത്ത് ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് കാണാൻ 1.5x 2x. എന്തെങ്കിലും കാരണം അത് സ്പീഡിൽ കേൾക്കും. ഇത് വേഗം പറഞ്ഞ് തീർക്ക് ക്ഷമയല്ല നമുക്ക്. അതിന് വേണ്ടിയിട്ട് ആ സ്പീഡ് കൂട്ടുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോഴേക്ക് 3x വരിക. അത്രയും ക്ഷമയില്ലാതായി മാറിയിരിക്കണോ. നെറ്റൊന്ന് കറങ്ങുമായിരുന്നെങ്കിൽ, പണ്ട് നമുക്ക് നെറ്റും വേണ്ടായിരുന്നു, വണ്ടി വില ഒന്നും വേണ്ടായിരുന്നു. ഇന്നിപ്പോൾ നെറ്റൊന്ന് സ്ലോ ആയാൽ ഭ്രാന്ത് വരും നമുക്ക്. ക്ഷമ പോയിരിക്കണോ. കാരണം ആരാണ്? മൊബൈൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ക്ഷമ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് വേറൊരു ഡിവൈസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള. ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ക്ഷമ, കുടുംബത്തിനകത്തുള്ള ക്ഷമ, മക്കളെ കേൾക്കാൻ, ഭർത്താവിനെ കേൾക്കാൻ, കുടുംബത്തിന് ഉമ്മനെ കേൾക്കാൻ, ഉമ്മയെ പരിചരിക്കാൻ ക്ഷമ നമുക്കില്ലാതാകാൻ കാരണം ആരാണ്? മൊബൈൽ. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ അകൽച്ച കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളെ വീടിനകത്തുള്ള ആൾക്കാർ ഒരു വിവരം നമുക്കറിയില്ല. റഷ്യയിലും അമേരിക്കയിലും നടക്കുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ നമുക്കറിയും. വല്ല കാര്യമുണ്ട് അതിനകത്ത്? കാണാമല്ലയോ? ഇത് വേണ്ടെന്നല്ല പറയണത്, ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യണം. മാക്സിമം നമ്മൾ ടൈം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ്. ആ ഫാമിലിക്കും കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് റിലേറ്റീവ്സ് സമയം കൊടുക്കുകയാണെങ്കിൽ ആ വീട് പെർഫെക്റ്റാണ്. അവിടെ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മളെ രക്ഷിതാവായിട്ട് അംഗീകരിക്കും. നമ്മൾ പറയുന്ന അവർ കേൾക്കും. അവരുടെ പഠന നിലവാരം കൂടും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്ന് വായിക്കുമോ? ബ്ലൂ, പർപ്പിൾ, റെഡ്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ്, പിങ്ക്, ഓറഞ്ച്. കൈയടി എല്ലാവർക്കും വേണ്ടി. ഞാനവിടെ എന്താ എഴുതി വെച്ചിരിക്കണേ? ആ മേലെ എഴുതിയത് എന്താ? ആ കളറുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. നിങ്ങളെന്താ പറഞ്ഞത്? ഇനി കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിലായോ? എന്താ അവിടെ ചെയ്തത് മനസ്സിലായോ? ഞാൻ കളർ പറയാനാ പറഞ്ഞത്. അവിടെ എഴുതിയത് കണ്ണു പൂട്ടിയൊക്കെ വായിക്കുകയാണ്. ബ്ലൂ, പർപ്പിൾ എന്നുണ്ട്. ഇവിടെയാണ് സംഭവിക്കുന്നത്. നമ്മളെ ഈ മൊബൈലിനായിട്ടുള്ള അഡിക്ഷനിൽ ബ്രെയിനകത്ത് വരുന്ന ചെറിയ അസ്വസ്ഥതകൾ. നമുക്ക് ക്ഷമയില്ല. മേലെ എഴുതിയത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, അപ്പോഴേക്കും ആക്ഷനിലേക്ക് വന്നു. പിടികിട്ടിയോ? നിങ്ങൾ കുഴപ്പമില്ല. ഇനി വേറൊന്ന് സെയിം, അത് ക്യാൻ യു റീഡ് തന്നെ കേട്ടോ, വായിച്ചോ. രണ്ട് തിരി വായിക്കാം. രണ്ട് രീതിയിൽ വായിക്കാം. അങ്ങനല്ല, അതൊന്നും വായിക്കാം. ആണല്ലേ? അപ്പോൾ വായിക്കുന്നത് ആണല്ലേ? ഓക്കെ, നമുക്ക് പരിചയപ്പെടണം. വായിക്കണോ? എങ്ങനെ വായിക്കണം അതെനിക്കറിയോ. അവിടെ ബോർഡിൽ മെസ്സേജ് കണ്ടോ? വായിച്ചോ. This message is to prove This message is to prove how our minds can do amazing things.
improve impressive things in the beginning. ഇല്ലേ ആരാ ഫോറൻസിക് ഐ ടി വായിക്കൂലേ കാണുന്നില്ലേ വായിച്ചോ ഏ In the beginning, 17 was had, but now on this line, your mind is reading. ഓക്കെ ഗുഡ് വേറെ ആരെങ്കിലും വായിക്കോ ട്രൈ ചെയ്യോ എന്താ പോയ സാധനം ആ പറഞ്ഞോളൂ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ ആരെങ്കിലും ഒരാൾ ഈ സൈഡിൽ ഓക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിലുള്ള രഹസ്യം പറയാം ഞാൻ നിങ്ങളെ പൊട്ടത്തിലാക്കിയതാണ് സന അത് ദിസ് എന്നുള്ളത് ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് ആയിക്കോട്ടെ അതിലൊക്കെ എഴുതിയതല്ലേ വായിക്കാൻ പറഞ്ഞത് നമ്മളെ ബ്രെയിനിൻ്റെ ഒരു കളിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് സന എന്ന് വിളിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് ആദ്യം ഒരു പേര് വെച്ച് ഇവിടെയാണ് നമ്മളെ ബ്രെയിൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ചില കാര്യങ്ങൾ നേരത്തെ കളർ കാണിച്ചു തന്നപ്പോൾ ഞാനത് വായിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ ബ്രെയിൻ അത് മാത്രം അങ്ങ് കണ്ടു സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞതുകൊണ്ട് അവിടെ ബ്ലൂ ഒരു പർപ്പിൾ എന്നൊക്കെ പറഞ്ഞു മേലെ എഴുതി വെച്ചത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഓക്കെ അപ്പം നമ്മളെ ബ്രെയിനിൽ സത്യത്തിലേക്കല്ല പോവുക അവിടെ എന്താണോ കാണുന്നത് അത് മനസ്സിലാകട്ടോ മനസ്സിലാവാതെയോ അങ്ങ് അടിക്കുകയാണ് ചെയ്യുക ക്ലിയർ ആയോ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തന്നു ഇങ്ങനെ ഒരു സാധനം തന്നു ഇതിനകത്ത് നമ്മളൊന്ന് ഫണ്ണിയായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് വേണമെങ്കിൽ ദിസ് എന്നൊക്കെ വായിക്കാം സാധനം വായിച്ച പോലെ ദിസ് മെസ്സേജ് എന്നൊക്കെ വായിക്കാം പക്ഷേ ആക്ച്വലി അത് വായിക്കാൻ പറഞ്ഞതാണ് എന്താണത് ശരിക്കത് അത് TH15 എന്നൊക്കെ അല്ലേ അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കകത്തുനിന്ന് ഇത് ദിസ് എന്ന് പഠിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ ഭാവനയാണ് ഇതുണ്ടാവാൻ കാരണം അവിടെയാണ് നമ്മളെ പോയിൻറ്റ് അധികമായിട്ടുള്ള മൊബൈൽ അഡിക്ഷൻസ് ഇത്തരം കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെക്കായാലും ഹയറായിട്ട് ചിന്തിച്ചിട്ട് സത്യത്തിനെ മാറ്റി വെക്കുകയാണ് ഈ ഒരു അവസ്ഥ തന്നെയാണ് കുട്ടികൾക്ക് മൊബൈലിൻ്റെ അഡിക്ഷനിലൂടെ വരുമ്പോൾ പഠനത്തിനകത്തുള്ള കുറേ പ്രയാസങ്ങളുണ്ടാവും ഇതിനെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറയും ക്ലിയറായോ നിങ്ങൾക്കതുണ്ടെന്നല്ല കേട്ടോ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ക്ലാസ് റൂമിനകത്തുള്ള നമ്മളെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പം കൊണ്ട് നമ്മളെ രക്ഷിതാക്കൾ കറക്റ്റ് ആവാത്തത് കൊണ്ട് കുട്ടികൾക്ക് എഴുതാനോ വായിക്കാനോ കണക്ക് കൂട്ടാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അടിച്ചിട്ട് അങ്ങ് പഞ്ഞിക്കിട്ടിട്ട് ഒരു പഠിക്കാത്തവനാണ് മോശക്കാരനാണ് നീ പൊട്ടനാണ് മണ്ടനാണെന്നൊക്കെ അങ്ങ് വിധി ചെയ്താൽ ചെയ്യുക അതിനകത്ത് ആരൊക്കെ കൂട്ടു നിൽക്കും ടീച്ചേഴ്സ് കൂട്ടു നിൽക്കും കൂട്ടുകാരികൾ കൂട്ടു നിൽക്കും വീട്ടുകാർ കൂട്ടു നിൽക്കും ഉപ്പയും ഉമ്മയൊക്കെ കൂട്ടു നിൽക്കും കുട്ടി ആകെ ബറീസാവും എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മളത് പറയുമ്പോഴേക്കും നമ്മൾ പറയാം എനിക്ക് ബാഗ് വാങ്ങിച്ചു തരുന്നുണ്ട് പേന വാങ്ങിച്ചു തരുന്നുണ്ട് ബുക്ക് വാങ്ങിച്ചു തരുന്നുണ്ട് എല്ലാ സാധനവും ഉണ്ട് പഠിക്കാൻ മാത്രം പറ്റൂലല്ലേ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കോ കളിച്ചോ TV നോക്കിക്കോ അങ്ങോട്ടായിക്കോ ഇങ്ങോട്ടായിക്കോ മാക്സിമം ആക്ഷേപിക്കും റൈറ്റ് ഇവിടെ സംഭവിക്കുന്നത് കുട്ടിയുടെ ബ്രെയിനകത്തുള്ള കെമിക്കലിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മൾ അവരെ ബുദ്ധി ഇല്ലാത്തവരായിട്ട് എഴുതി തള്ളുകയാണ് പക്ഷേ ഇത് ബുദ്ധിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഒരു കാര്യത്തിന് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിലുള്ള 30% ആളുകൾക്കും ഉണ്ട് ക്ലിയറായോ ഇതെങ്ങനെയെന്നുള്ളത് ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ പറയില്ലേ പുയ്യാപ്പിള അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയാം എടീ ആ മറ്റേ സാധനം എടുത്താന്ന് പറയില്ലേ പറയാറില്ലേ ആ ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ചിട്ട് മറ്റേ സാധനം എടുക്ക് എന്നൊക്കെ പറയില്ലേ എന്താ ഈ മറ്റേ സാധനം പറയില്ലേ പറയൂല്ലേ ആ പിന്നെ ഇപ്പം മറ്റേ ഇയാൾ വന്നിരുന്നു കേട്ടോ മറ്റേ ഇയാളെ ആര് പറയാറില്ലേ മറ്റേ ഇപ്പം വന്നിരുന്നു ഒരു കണ്ണടക്കം ഇട്ട് താടി കുറേ കത്തി അടിച്ച ഒരാൾ വന്നില്ലേ പേര് വിട്ടുപോയിട്ടുണ്ടാവും നമ്മളെ ബ്രെയിനിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും രൂപം ഉണ്ടാവും സ്ഥലപ്പേരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ പേരും കൂടെ കിട്ടില്ല നാവിൻ്റെ തുമ്പിലുണ്ട് എന്താണോ എന്ന് പറഞ്ഞ് നിൽക്കും ഈ ഒരു അവസ്ഥ പഠിക്കാനുണ്ടാകുമ്പോൾ അതിന് പേര് പറയുന്നതാണ് എന്ത് ലേണിംഗ് ഡിസബിലിറ്റി ക്ലിയറായോ അത് ബുദ്ധിയില്ലായ്മ അല്ല കുട്ടികൾക്കൊക്കെ പഠിക്കാനോ എഴുതാനോ കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് അല്ല അത് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് അവരെ അടിക്കല്ല വേണ്ടത് അവരെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡുണ്ട് ആ മെത്തേഡിലൂടെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്മാർട്ടായിട്ട് മുന്നോട്ട് വരും ഇതിന് പകരം നമ്മൾ അവരെന്താണ് ചെയ്യുക നീ പൊട്ടനാണ് മണ്ടനാണ് കൊള്ളാത്തവനാണ് നീ കളിക്കാനേ പറ്റുള്ളൂ എനിക്ക് വിക്രസേ പറ്റുള്ളൂ ചിത്രം വരയ്ക്കാനേ പറ്റുള്ളൂ മോശത്തരത്തിൽ അങ്ങോട്ട് പറയും ആ കുട്ടിയുടെ മനസ്സെന്തായിരിക്കും ഉണ്ടാവുക
ഡാമേജ് ആകും, അവൻ്റെ സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെടും. അതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇത് ന്യൂറോ കെമിക്കലിൻ്റെ ഒരു ഫങ്ഷൻ്റെ ചെറിയൊരു വ്യത്യാസമാണ്. അത് ബുദ്ധിപരമായിട്ടുള്ള യാതൊരു പ്രയാസമല്ല. ബുദ്ധിക്ക് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്ത വേറെ ID എന്നൊക്കെ പറഞ്ഞൊരു വിഭാഗമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ബുദ്ധി കറക്റ്റ് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാനുള്ള ടോണിലേക്ക് എത്തിപ്പിക്കുന്ന പണി ആർക്കാണ് മാക്സിമം ഉള്ളത്? പാരൻസിനാണ്. അവർ എഴുതിയത് തെറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതുമ്പോൾ തല തിരിച്ച് എഴുതുന്ന പോലെ, എഴുതുമ്പോൾ 3 എന്ന് എഴുതുന്ന പോലെ, അങ്ങനെ അവരെ നോട്ട് ബുക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ ബ്രെയിൻ അനലൈസ് ചെയ്യും. എന്നിട്ട് പറയും ഇതിനകത്ത് LD ഡിസ്ലെക്സിയാണോ, ഡിസ്ഗ്രാഫിയാണോ, ഡിസ്കാൽക്കുലിയാണോ പറഞ്ഞു തരും. അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണോ, എഴുതാനുള്ള ബുദ്ധിമുട്ടാണോ, കണക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണോ അവർ കണ്ടെത്തും. എന്നിട്ട് അവരെ പഠിപ്പിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾക്കും ടീച്ചറിനും പറഞ്ഞു കൊടുക്കും. ആ ലെവലിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉന്നതിയിലേക്ക് എത്തും. മനസ്സിലായോ? അതല്ലെങ്കിൽ അവരെ നമ്മൾ പൊട്ടന്മാരായിട്ടോ എഴുതാൻ പറ്റാത്തവരായിട്ടോ കുറുമ്പ് പിടിക്കുന്ന ആൾക്കാരായിട്ടോ കാണരുത്. ചില കുട്ടികൾക്ക് എഴുത്തും വായന എന്ന് പറയുമ്പോഴേക്കും വയറുവേദന വരും. വയറുവേദനയോട് കരച്ചിലാണ്. കാരണം എഴുതാനുള്ള മടി കൊണ്ടല്ല, അവർക്കറിയില്ല. അതെടുത്തിട്ട് നമ്മളെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൻ സുഖമില്ലാന്ന് അഭിനയിക്കുകയാണ്. ചില ആൾക്കാർ നോട്ട് ബുക്ക് നോക്കിയിട്ടുള്ള കുഞ്ഞായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതിനർത്ഥം ആ കുട്ടിക്ക് ബ്രെയിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, എഴുത്തിൻ്റെ ഏരിയ കറക്റ്റ് അല്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കൂടി ആ കുട്ടിയുടെ തലയിൽ വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അവന് സംഭവിക്കുന്നത് അവൻ്റെ സ്വഭാവത്തിനകത്ത് വൈകല്യങ്ങളുണ്ടാകും. എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുക. ഫസ്റ്റത്തെ പറഞ്ഞാൽ ഡിസ്ലെക്സിയ, അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ബുക്കൊക്കെ തുറന്നു കൊടുത്തിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റ ശ്വാസത്തിൽ വായിക്കും, ഉറക്കെ വായിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആണെന്ന്. ആ സെൻറ്റൻസ് നമ്മളൊരു നോട്ട് ബുക്കിൽ എഴുതി കൊടുത്താൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാണാപ്പാഠം പഠിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലാതെ കയ്യിലിട്ട് വായിക്കും. ഉള്ളതൊക്കെ കൂടി ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല, നമ്മളെ പൊട്ടന്മാരാക്കും. അവന് വിൽഫുള്ളായിട്ട് ചെയ്യുന്നതല്ല, തടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ശീലിച്ച് വരുന്നതാണ്. അങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിൻ്റെ പേര് പറയുന്നതാണ് ഡിസ്ലെക്സിയ എന്ന്. ചില കുട്ടികൾക്ക് ഡിസ്ഗ്രാഫിയ, എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, തല തിരിച്ചിട്ടായിരിക്കും എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ എഴുത്ത് അവരുടെ കണ്ണിൽ കറക്റ്റായിട്ടാണ് കാണുക. പക്ഷേ നമ്മുടെ നോട്ട് ബുക്കിലേക്ക് അത് വരുമ്പോൾ അച്ചടക്കമില്ലാത്ത ലെവലിൽ കുത്തി വരച്ച പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ചെറിയ അക്ഷരങ്ങളൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് എഴുതുന്ന കുറേ നോട്ട് ബുക്കുകളൊക്കെ കാണുമ്പോൾ അപ്പം മനസ്സിലാക്കുക കുട്ടിക്ക് എന്തോ ചെറിയൊരു തകരാറുണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്താൽ ശരിയാക്കേണ്ടതാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കേണ്ടതുണ്ട്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കണം. അപ്പോൾ അവരുടെ ബ്രെയിൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം അവിടെ അടിക്കല്ല വേണ്ടത്. എഴുതി തെറ്റി അടി, കുട്ടിക്ക് അടിയും കിട്ടുകയാണ്, തെറ്റുകയാണ്, ജന്മം ശരിയാവില്ല. അത് ക്ലിയർ ആയോ? മറ്റൊന്ന് ഡിസ്കാൽക്കുലിയ, കണക്ക് കാണുമ്പോഴേക്കും വേർക്കുകയാണ്. കണക്കുകൾ കാണുമ്പോഴേക്കും ഗുണപട്ടിയൊക്കെ പറയും, അല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുമ്പോഴേക്കും കുട്ടി ആകെ വേർത്ത് എട്ടങ്ങറായി പനി പിടിച്ച് നടക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ, കണക്ക് കൂട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക അവൻ്റെ എന്തോ ഒരു കെമിക്കൽ പ്രയാസങ്ങളുണ്ട്. അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരണം. ദാറ്റ് ഇസ് രക്ഷിതാവ്. പാരൻ്റ് അങ്ങനെയാണ്. വേറെ ഏരിയകളുണ്ട്. ADHD എന്ന് പറഞ്ഞു അടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ഒരു മിനിറ്റ് പോലും ഓടിച്ചാട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അവർ മോശക്കാരല്ല, അവരുടെ ബ്രെയിൻ എനർജറ്റിക് ആണെന്ന് അർത്ഥം. നമ്മളത് ക്ഷീണമാണ്. അനങ്ങിയ 2 മിനിറ്റ് നടക്കുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു, അവർ ക്ഷീണിക്കില്ല. അതിനർത്ഥം അത്ര എനർജി ഉണ്ട്. ആ എനർജി ഉള്ള ആളെ എനർജറ്റിക്കായിട്ട് പഠിപ്പിക്കണം. അതിനുള്ള സോഴ്സ് നമ്മൾ കണ്ടെത്തണം. ക്ലിയർ ആയോ? വേറെ ഒന്നാണ് ഓഡിറ്ററി, അതായത് കേൾവിയുടെ കുറവ് കൊണ്ടും കുട്ടികൾക്ക് മനസ്സിലാവില്ല. അവരെ കേൾവിയിൽ കറക്റ്റാണോ ചെക്ക് ചെയ്യണം നമ്മൾ. ചിലപ്പോൾ നമ്മൾ എസ് പറയുന്ന കൊടുത്ത ഒരു ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണെങ്കിലും ഉച്ചാരണങ്ങൾ കറക്റ്റായിട്ട് അവരുടെ ചെവിയിലേക്ക് പതിയില്ല. അപ്പോൾ കേൾവിയുടെ മൈന്യൂട്ടായിട്ടുള്ള കുറവ് കൊണ്ടും എഴുത്തും വായനയും കറക്റ്റ് വരാത്ത കുട്ടികളുണ്ട്. നമ്മളത് നോക്കൂല. അവൻ വർത്താനം പറയണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ ഒക്കെ പറയും. പക്ഷേ അക്ഷരങ്ങൾ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കേൾക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ കാരണങ്ങളാണ്. ക്ലിയർ ആയോ? ഇനി ഇതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് ഇത് ഉണ്ടാവാം. എങ്ങനെ? കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. വലിയപ്പന്മാർക്ക് ഇത് വലിയ സൂക്കളമൊന്നുമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് അക്കാഡമിക് ലോകത്ത് മാത്രമാണ് പേടി. അതായത് പഠനത്തിൻ്റെ ലോകത്ത് മാത്രമാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി പ്രശ്നമുള്ളൂ. പക്ഷേ ബാക്കി ജീവിതത്തിനകത്ത് നമുക്ക് ഡിസ്ലെക്സിയക്കാരോ ഡിസ്ഗ്രാഫിയക്കാരോ ഒക്കെ ആയിരിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ സ്വഭാവത്തിനകത്ത് ദേഷ്യം കൂടുതലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലോ ബഹുമാനിക്കുന്നതിലോ ഒക്കെ ആ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ
അതിന് വരാനുള്ളൊരു കാരണം ബൈ ഇൻഹെറിറ്ററി, അതായത് ജന്മന ഉള്ള ജീൻ പരമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തലച്ചോറിനകത്തുള്ള കെമിക്കൽസിൻ്റെ സ്പീഡുകൾ കുറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, പ്രഗ്നൻസി ടൈമിൽ, കെയറിങ് ടൈമിൽ ഉമ്മമാർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കരച്ചിലാണെങ്കിൽ, ഉപ്പമാരുടെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ട് ഭയങ്കരമായിട്ട് കരച്ചിൽ നമുക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉമ്മ ഭയങ്കര കരച്ചിലാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഉമ്മ എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് പഠനം പറയുന്നു. മറ്റൊന്നുള്ളത്, ജന്മന ഉള്ള ബ്രെയിൻ ഡാമേജ് ആവുന്ന, ബ്രെയിനിന് സൂക്കേടുണ്ട്. ഇത് സൂക്കേടല്ല കേട്ടോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ഗ്രാഫിയ ഒന്നും സൂക്കേടല്ല. പക്ഷേ തലച്ചോറിൻ്റെ സൂക്കേട് കൊണ്ടും ഇത്തരം രോഗങ്ങൾ വരാൻ ചാൻസ് അല്ല, ഈ ഒരു അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ അതിലെന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിലൊക്കെ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി LD ഉണ്ടെങ്കിൽ കുട്ടികളെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പാക്റ്റ് ആവുക എവിടെയാണ്? അക്കാഡമിക് ഏരിയയിൽ ഇമ്പാക്റ്റ് വരും. അതായത് ശരിക്കും പഠിക്കാൻ പറ്റില്ല. എപ്പോഴും 1ാം ക്ലാസ്സിലെ ആ വിവരം ഉണ്ടാവുകയുള്ളൂ. 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും എഴുത്തോ വായന അറിയാത്ത ധാരാളം കുട്ടികൾ നമുക്കുണ്ട്. അപ്പോൾ അക്കാഡമിക് ലെവലിൽ അവർ മോശം പ്രകടനമായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക. വേറെ എന്നുള്ളത്, എപ്പോഴും ചെറിയ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും അവരുണ്ടാവുക. ക്ലാസ് കയറ്റങ്ങൾ ഉണ്ടാവില്ല. സ്കൂളിൽ നിന്ന് 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 1 ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 5 എത്തിയിട്ടുണ്ടെങ്കിൽ 4 ഇരിക്കാൻ പറ്റുള്ളൂ. ഉയർന്ന ക്ലാസ്സിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനും പറ്റില്ല, കുട്ടിക്കും പറ്റില്ല. കാരണം എഴുത്തോ വായനോ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ അക്കാഡമിക് ഉയർച്ച ഉണ്ടാവില്ല. മറ്റൊന്നെന്താണ്, ഈ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടും. ഉപ്പാനോടും ദേഷ്യം, ഉമ്മാനോടും ദേഷ്യം, എഴുത്തിനോടും ദേഷ്യം, കൂട്ടുകാരോടും ഒക്കെ ദേഷ്യം. കാരണം ഇവന് മണ്ടനായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന് ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? പിന്നെയുള്ളത് എന്താണ്, അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയും. ഞാൻ എവിടേക്കും പോകുന്നില്ല, ഞാൻ മോശക്കാരനായിട്ടാണ് എന്നെല്ലാവരും പറയുക. കുടുംബത്തിൽ പോകാൻ പറ്റില്ല, അവനക്ക് മാർക്ക് എത്രയാണ്, മാർക്ക് കുറഞ്ഞു, അവൻ്റെ നമ്മളെ കൂട്ടുകുടുംബത്തിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് അവനക്ക് തീരെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ്, ഇത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. മാനസിക രോഗത്തിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. ചില ആളുകൾ നമ്മളിപ്പോൾ പറയും, അയാളത്തിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, മറ്റൊരു പറ്റും, എന്നിട്ട് സംസാരിക്കാം പറയാറില്ലേ? നമ്മൾ ഓരോ കുടുംബത്തിലും ആളുകൾ കാണാം. ചില കാര്യങ്ങൾ പറയാനൊന്നും അവർക്ക് പോകാൻ പറ്റില്ല, കടിച്ച് കയറുന്ന സ്വഭാവത്തിൻ്റെ ആൾക്കാരായിരിക്കും. കാരണം എന്താണ്, ചെറുപ്പത്തിൽ അവർക്ക് ഇത്തരം അസുഖങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ ശ്രമിക്കാത്തത് കൊണ്ട് അവരുടെ അടുത്ത് ഇപ്പം മുമ്പ് മുണ്ടല്ലോ, ഇപ്പം മുമ്പ് മുണ്ടട്ടോ എന്നറിയും. ആണോ അല്ലയോ? കാട്ടാളനാണ് എന്നൊക്കെ പറയും. ആ സാധുവിനെ കൊണ്ട് പറയാണ്. അയാൾ നല്ലൊരു മനസ്സിന് ഉടമയായിരുന്നു, പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കുടുംബം കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവുമായിരുന്നു. പക്ഷേ അത് വിട്ടിട്ട്